അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് 2023 ജൂലൈയിൽ നടന്നിട്ടുള്ള ഫസ്റ്റ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ 250 മാർക്കിന് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡ്രോ പ്ലാൻ ഓഫ് 2 കോൺസിക്യൂട്ടീവ് കോഴ്സസ് ഫോർ ദി കോർണർ ഓഫ് 30 സെൻറ്റിമീറ്റർ തിക്ക് ബ്രിക്ക് വാൾ ഇൻ ഇംഗ്ലീഷ് ബോൺ. 30 സെൻറ്റിമീറ്റർ എന്ന് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഉദ്ദേശിച്ചിട്ടുള്ളത് 1.5 ബ്രിക്ക് വാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് ബോണ്ടോ ഫ്ലെമിഷ് ബോണ്ടോ വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വരാറുണ്ട്. വരാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ റെയർ ആണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ ദ എലവേഷൻ ഓഫ് എ സെഗ്മെന്റൽ ആർച്ച് ഓഫ് സ്പാൻ 1 മീറ്റർ, റൈസ് 30 സെൻറ്റിമീറ്റർ, ഡെപ്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് ഓഫ് ഹൗസ് ഇയർ അറ്റ് എക്സ്ട്രാ ഡോസീസ് 10 സെൻറ്റിമീറ്റർ ഇൻ എ സ്യൂട്ടബിൾ സ്കെയിൽ. സെഗ്മെന്റൽ ആർച്ച് വരയ്ക്കാനാണ്, നമുക്ക് വരച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ ദ എലിവേഷൻ ഓഫ് ഫ്രെയിംഡ് ആൻഡ് പാനൽ ഡോർ വിത്ത് സ്യൂട്ടബിൾ മെഷർമെൻറ്റ്സ് ആൻഡ് മാർക്ക് ദ കമ്പോണൻസ്. ഓക്കെ, പാനൽ ഡോറിൻ്റെ എലിവേഷൻ വരയ്ക്കാനാണ്. അളവുകളൊന്നും തന്നിട്ടില്ല, നമ്മൾ വരച്ചിട്ട് പാർട്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്യൂട്ടബിൾ മെഷർമെൻറ്റ്സ് നമുക്ക് അറിയണം, അത് വെച്ചിട്ട് നമ്മൾ വരച്ചിട്ട് പാർട്സ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ ദ പ്ലാൻ ആൻഡ് സെക്ഷണൽ എലിവേഷൻ ഓഫ് എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ വിത്ത് ദ ഫോളോവിങ് റിക്വയർമെൻറ്റ്സ്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ വരയ്ക്കാനാണ്. അപ്പോൾ അതും ഞാൻ വരച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അടുത്ത് ലെവലിംഗ് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ കണ്ടോ, ലെവലിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അധികം വരാറുണ്ട്. അപ്പോൾ ഇതും ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈവ ക്വസ്റ്റ്യൻസ് ആണ് 10 മാർക്കിന്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഡ്രോയിങ് വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. 30 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ഇംഗ്ലീഷ് ബോളിന്റെ കോർണർ കാണിക്കാനാണ്. അതായത് ഇങ്ങനെ എൽ ഷേപ്പിലുള്ള ഒരു വാളാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. 30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് 1.5 തിക്ക് ബ്രിക്ക് വാൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളടുത്ത് അതിന്റെ പ്ലാൻ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓഡ് കോഴ്സ് ഈവൻ കോഴ്സ് മാത്രം വരച്ചാൽ മതി, എലിവേഷൻ വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇതിൽ തന്നെ നമ്മുടെ ബാക്കി പാർട്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്യൂൻ ക്ലോസ്റ്ററും 3x4 ബാറ്റും ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇത് അതിന്റെ ഈവൻ കോഴ്സ് ആണ്. ആദ്യം കാണിച്ചത് നമ്മുടെ ഓഡ് കോഴ്സ് ആണ്. കൃത്യമായിട്ട് വരയ്ക്കുക, നമ്മൾ അതിന്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, പാർട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. പിന്നെ ഓവറാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എലിവേഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എലിവേഷൻ വരച്ചാൽ മതി. ഇല്ലെങ്കിൽ എലിവേഷൻ വരച്ചിട്ട് നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്കൊന്നും അവർ തരില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ സെഗ്മെന്റൽ ആർച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ അളവുകളൊക്കെ മാറ്റുള്ളത് കൊണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. അപ്പൊ സ്പാൻ തന്നിട്ടുള്ളത് നമുക്ക് 1 മീറ്റർ ആണ്. അപ്പൊ 1 മീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ സ്കെയിൽ ചെയ്യാൻ പോവാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആണല്ലോ. അതിനെ ഞാനൊരു 10ൽ സ്കെയിൽ ചെയ്യുമ്പോൾ എനിക്ക് 10 സെന്റിമീറ്റർ എന്ന് വരും. 10 സെന്റിമീറ്ററിലാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ സ്പാൻ. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ സ്പാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 10 സെന്റിമീറ്ററിൽ സ്പാൻ വരച്ചിട്ടുണ്ട്. 1:10 സ്കെയിൽ ചെയ്തത് കേട്ടോ, മറക്കരുത്. ഇനി അതിന്റെ റൈസ് പറഞ്ഞിട്ടുള്ളത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ 30 സെന്റിമീറ്ററിനെ സ്കെയിൽ ചെയ്യുമ്പോൾ എനിക്ക് 3 സെന്റിമീറ്റർ വരും. അപ്പൊ ഞാൻ ഇതിന്റെ സെന്ററിൽ നിന്ന്, അതായത് ഇതിന്റെ സെന്റർ 5ൽ നിന്ന് ഞാൻ അതിന്റെ റൈസ് ഒരു 3 സെന്റിമീറ്റർ ഹൈറ്റിൽ മേലോട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സൈഡ്സ് ഒക്കെ ജോയിൻ ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇവിടെ 2 സൈഡിൽ ഓരോ ട്രയാങ്കിൾ ഒക്കെ കിട്ടും. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വരച്ചിട്ടുള്ള 2 ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം ആദ്യം കേട്ടോ. 2 ലൈനും വരയ്ക്കണേ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണ്. അപ്പം ആദ്യം നമുക്ക് ഈ സൈഡിന് വരച്ചു കൊടുക്കാം. ഈ സൈഡിന് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം സാധനം നമുക്ക് നമ്മുടെ ഇപ്പുറത്തുള്ള ആൾക്കും വരച്ചു കൊടുക്കാം. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ആർച്ചിന്റെ സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ സെന്ററിൽ ഫിക്സ് ചെയ്തിട്ട് ഇതുവരെ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ നമ്മുടെ ആർച്ചിന്റെ ഇൻട്രാഡോസ് വരച്ചു കൊടുക്കാം. ഇത് ചെറിയ എന്തോ വേരിയേഷൻ വന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യാതെ പോയത് കേട്ടോ. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇനി അടുത്തത് നമ്മളെടുത്ത് പറഞ്ഞത് ആർച്ചിന്റെ തിക്നെസ് 20 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ അതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ 2 സെന്റിമീറ്റർ വരും. അപ്പൊ ആ ഒരു 2 സെന്റിമീറ്റർ കൂട്ടിയെടുക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്.
ഇനി ഇത് സെഗ്മെന്റൽ ആർച്ച് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ കോർണറിന് നിങ്ങൾ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ചിടുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിടാം. ഇനി എഗെയിൻ നമ്മൾ ഇവിടെ സെന്ററിൽ നിന്ന് തന്നെ ഈ 2 സെന്റിമീറ്റർ കൂട്ടിയെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അതിന്റെ പുറത്തത്തെ എക്സ്ട്രാ ഡോസ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. ഇയാളാണ് നമ്മുടെ ആർച്ച്. ഇതിന്റെ ഇടയ്ക്ക് കിട്ടിയ ഈ ഭാഗമാണ് നമ്മുടെ ആർച്ച് കേട്ടോ. ഇതും ഇതും ഇടയ്ക്ക് വന്ന നമ്മുടെ ആളാണ് ആർച്ച്, നമ്മളെ സെഗ്മെന്റൽ ആർച്ച്. ഇനി ഇതില് വൗസിയേഴ്സ് പറഞ്ഞിട്ടുള്ളത് അവര് 1 സെന്റിമീറ്റർ ആണ്, സോറി 10 സെന്റിമീറ്റർ ആണ് വിടുത്തോ വൗസിയർ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ഡോസിൽ. അപ്പൊ നമ്മളത് സ്കെയിൽ എടുക്കുമ്പോൾ നമുക്കൊരു 1 സെന്റിമീറ്റർ വരും. ആ 1 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ പുറത്ത് ഇങ്ങനെ എക്സ്ട്രാ ഡോസിലുള്ള വിടുത്തല്ലേ പറഞ്ഞത്, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഇത് കറക്റ്റ് നമ്മൾ ഈ സെന്ററിലോട്ട് വരുന്ന ആർച്ചിന്റെ സെന്ററിലോട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം വൗസിയേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരില്ല. ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പോയിട്ട് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം ജസ്റ്റ് ഞാൻ റഫ് ആയിട്ടാണ് ഇതൊക്കെ വരച്ച് കാണിക്കുന്നത് കേട്ടോ. എടാ ഇങ്ങനെ വരും കണ്ടോ, അതിന്റെ വൗസിയേഴ്സ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ അങ്ങനെ വരും കേട്ടോ. അവിടെയൊക്കെ നിങ്ങൾ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ സൈഡ് ഇതുപോലെ വരച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ആർച്ച്. ആർച്ചിന് ഇനി വേണമെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ള സ്പാൻ ആണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള 1 മീറ്റർ എന്ന് പറയുന്നത്, അതായത് 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആള്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനി ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പാനൽ ഡോറിൻ്റെ എലിവേഷൻ വരയ്ക്കാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് എലിവേഷൻ വരയ്ക്കുക എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അളവ് എത്ര അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സ് മാർക്ക് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എലിവേഷൻ വരയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡോറൊക്കെ വരയ്ക്കാൻ പറ്റുക. പാനൽ ഡോറിന് ഉദ്ദേശിച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഈ ഡോറിനെയാണ് പാനൽ ഡോർ എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതാണ് പാനൽ ഡോറ്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ പറ്റി നമുക്കൊരു ധാരണ വേണം. വീതി 1000 ആണ്, ഹൈറ്റ് 2100 ആണ്, അല്ലെങ്കിൽ 2000 ആണ് ഹൈറ്റ്, വീതി 1000 ആണ്. ഇതറിയണം. പിന്നെ അതിൻ്റെ ഹെഡ്, സില്ല്, പാനലിലുള്ള ഭാഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടില്ലെങ്കിലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൻ്റെ പാർട്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കറിയുന്ന അളവുകളൊക്കെ നമ്മൾ സ്കെയിൽ ചെയ്ത് വരച്ചിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം അളവൊക്കെ തരാതെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ. പക്ഷേ എലിവേഷൻ മാത്രമേ ചോദിച്ചുള്ളൂ, സെക്ഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് പാനൽ ഡോർ എന്നുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരണം ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം. എന്നിട്ട് ഇതാണ് അതിൻ്റെ അളവുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. പാനൽ ഡോർ വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കണേ. ഈ അളവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ഈ പാനൽ ഡോറ് വരയ്ക്കുക. അപ്പം ഇതിനുള്ള മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു ഇമേജ് വരയ്ക്കാം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഭംഗിയിൽ നമ്മൾ ഇത് പഠിച്ച ഒരാളാണത് വരയ്ക്കുന്നത് എന്നുള്ളത് അവർക്ക് ഷീറ്റ് നോക്കുമ്പോൾ തോന്നണം. ആ രീതിയിൽ നമ്മളത് വരച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിന്റെ പ്ലാനും സെക്ഷനും വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ തന്നിട്ടുള്ള അളവുകളൊക്കെ വെച്ചിട്ട് നമുക്കത് സ്കെയിൽ ചെയ്തിട്ടൊന്ന് വരച്ചു നോക്കാം. ഇപ്പൊ സ്റ്റെയറിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ആദ്യം നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ എത്ര റൈസ് കൊടുക്കണം, എത്ര ത്രെഡ് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തി വെക്കണം. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 180 ഡിഗ്രി ടേൺ ചെയ്യുന്ന ഒരു സ്റ്റെയർ ആണ്. അതിന് 2 ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 2 ഫ്ലൈറ്റിലേക്കും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എത്ര റൈസ് കൊടുക്കണം, എത്ര ത്രെഡ് കൊടുക്കണം എന്നുള്ളത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഫിഗർ വരച്ചു തുടങ്ങാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. നമുക്ക് കിട്ടേണ്ടത് നമ്പർ ഓഫ് റൈസേഴ്സ് ആണ്. നമ്പർ ഓഫ് റൈസേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ഫ്ലോർ ഫ്ലോറിനെ നമ്മൾ ഹൈറ്റ് ഓഫ് റൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി എടുത്ത് കാണണം കേട്ടോ. അപ്പൊ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത് 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് നമ്മുടെ ഇതിന്റെ മാത്രം റൂം ഹൈറ്റ് മാത്രമാണ്.
പ്ലസ് ഒരു 10 സെന്റിമീറ്റർ സ്ലാബ് തിക്നെസ്സും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ലാൻഡിങ് എത്തും. അത് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണല്ലോ മുകളിലത്തെ ഫ്ലോറിൽ എത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ഫ്ലോറിന് ഒരു സ്ലാബ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്ലാബ് തിക്നെസ് ആണ് 10 സെന്റിമീറ്റർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള ഹൈറ്റ് ആണ് 3 മീറ്റർ എന്ന് പറയുന്നത്. ഈ മൊത്തം ഹൈറ്റ് കിട്ടാൻ ഈ 3 മീറ്ററിലേക്ക് നമ്മൾ 10 സെന്റിമീറ്റർ ആഡ് ചെയ്യണം. അപ്പൊ അത് എത്ര വരും? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണല്ലോ. പ്ലസ് 10 ആഡ് ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കും ടോട്ടൽ ഫ്ലോർ ഹൈറ്റ്. ഇനി ഒരു റൈസറിന്റെ ഹൈറ്റ് എന്നുള്ളത് 15.5 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 310 ഡിവൈഡഡ് ബൈ 15.5 ആയിരിക്കും. അപ്പൊ നമുക്ക് 20 നമ്പേഴ്സ് ആയിരിക്കും അവിടെ മൊത്തം എണ്ണം കിട്ടുന്നത്, റൈസറിന്റെ എണ്ണം കേട്ടോ. അപ്പൊ നമുക്ക് 20 നമ്പേഴ്സ് കിട്ടി. മൊത്തം റൈസറിന്റെ എണ്ണാണ് ഈ 20 നമ്പേഴ്സ് വന്നത്. 2 ഫ്ലൈറ്റിലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ 2 സിംഗിൾ ഫ്ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പൊ ഫസ്റ്റ് ഫ്ലൈറ്റില് റൈസേഴ്സിന്റെ എണ്ണം ഞാനൊരു 10 എണ്ണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവിടെ എത്ര ത്രെഡ് ഉണ്ടായിരിക്കും? 10 മൈനസ് 1 9 ത്രെഡ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. സെയിം സെക്കൻഡ് ഫ്ലൈറ്റില് എത്ര റൈസർ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റൈസേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് മൊത്തം 20 ആണ്. അതിൽ 10 എണ്ണം നമ്മൾ ഇവിടെ കൊടുത്തു ഫസ്റ്റ് ഫ്ലൈറ്റില്. അപ്പൊ ബാക്കി വരുന്ന 10 എണ്ണം ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇവിടുത്തെ ത്രെഡിന്റെ എണ്ണം എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? 10 മൈനസ് 1 9 ആയിരിക്കും. അപ്പൊ 2 ഫ്ലൈറ്റിലും 10 റൈസറും 10 ത്രെഡ് നമ്മൾ ഫിക്സ് ചെയ്താണ് കേട്ടോ എത്ര എണ്ണം കൊടുക്കാം എന്നുള്ളത്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൂം സൈസ് അവർ തന്നിട്ടുള്ളത് ഇത് 420 ആണ്. അതിൽ ഒരു 90 സെന്റിമീറ്റർ ഇവിടെ ലാൻഡിംഗ് വിഡ്ത്ത് പോകും. 90 സെന്റിമീറ്റർ ലാൻഡിംഗ് വിഡ്ത്ത് പോയതിന് ശേഷം ബാക്കിയുള്ള ഈ സ്പേസിലാണ് നമ്മൾ ത്രെഡ് കൊടുക്കുന്നത്. അപ്പം ഒരു ത്രെഡിന്റെ വീതി എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററോളം തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തത് പ്രകാരം 2 എണ്ണത്തിലും 9 ത്രെഡ് വെച്ചിട്ട് കൊടുക്കാനുണ്ട്. ഇങ്ങനെ 9 ത്രെഡുകൾ നമുക്ക് കൊടുക്കാനുണ്ട്. മൊത്തം ഈ 30നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 270 അല്ലെ. 270 ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടണം എങ്കിൽ മാത്രമേ 9 ത്രെഡ് കൊടുക്കാൻ പറ്റുള്ളൂ. മൊത്തം 420 90 ഇവിടെ പോയി. ബാക്കിയുള്ള സ്പേസിൽ നമ്മളെ ത്രെഡ് നമ്മൾ ഫിക്സ് ചെയ്ത നമ്പർ ഓഫ് ത്രെഡ്സ് കൊള്ളുമോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കൊള്ളും മിക്കവാറും. പക്ഷെ സപ്പോസ് എങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേലേക്കോ താഴേക്കോ ഒക്കെ ആക്കിയിട്ട് എണ്ണം മാറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പൊ എന്നാലും കൊള്ളും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷൻ ഒന്നും ആവാനില്ല. അപ്പൊ ഈ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ 1:50 സ്കെയിൽ ചെയ്യുന്നത് ഇവിടെ. അപ്പൊ തന്നിട്ടുള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 50 കൊണ്ട് ഹരിക്കണം. അത് ശ്രദ്ധിക്കണം. ഞാനിപ്പോ നോട്ട്ബുക്കിൽ വരയ്ക്കായതുകൊണ്ടാണ് ചെറിയ സ്കെയിൽ എടുത്തത്. നിങ്ങൾ ഷീറ്റിലൊക്കെ വരയ്ക്കുമ്പോൾ 20 1:20 1:25 ഒക്കെ എടുത്തിട്ട് വരച്ചാൽ കുറച്ചും കൂടി വലിയ ഇമേജ് ആയിട്ട് അത് കിട്ടും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് കാണിക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത് വരച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള റൂമാണ് വരയ്ക്കുന്നത്, അതായത് സ്റ്റെയർ റൂം. അതിന്റെ പ്ലാൻ ആണ് വരയ്ക്കുന്നത്. പ്ലാൻ വരയ്ക്കുമ്പം അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള റൂമിന്റെ വീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 420 സെന്റിമീറ്റർ ആണ് കേട്ടോ. അതായത് 420 സെന്റിമീറ്റർ ആണ്. അപ്പൊ 50 സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ 50 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 8.4 സെന്റിമീറ്റർ എന്നുള്ളതാണ്. അപ്പൊ 8.4 സെന്റിമീറ്ററിൽ നമുക്ക് അതിന്റെ ലെങ്ത് വരച്ചു കൊടുക്കാം. 8.4 കേട്ടോ. അതുപോലെ തന്നെ വീതി നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് 180 സെന്റിമീറ്റർ ആണ്. അതിന് 50 കൊണ്ട് ഹരിക്കുമ്പം എനിക്ക് കിട്ടുക 3.6 ആണ്. 3.6 കേട്ടോ. അപ്പൊ ഞാൻ അതും ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വീതി സെയിം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 3.6 വരച്ചു കൊടുക്കണം. ഇവിടെ 8.4, ഇവിടെ നമുക്ക് 3.6 ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ എനിക്ക് കണക്ട് ചെയ്യണമെന്നില്ല, കാരണം നമുക്കറിയാം അവിടെ നമ്മൾ സ്റ്റെയർ കയറുന്ന ഭാഗമായിരിക്കും. ഇവിടെ കണക്ട് ചെയ്യണ്ട കേട്ടോ. ഓപ്പൺ ആക്കി കിട്ടാൻ മതി. ഇനി നെക്സ്റ്റ് ഇതിന് പുറമെ വാളിന്റെ തിക്നെസ്സും കൂടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അത് 20 സെന്റിമീറ്റർ ആണ് തന്നത്. അപ്പൊ അത് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ 0.4 ആയിരിക്കും വരുന്നത്. നമുക്ക് 0.4 ഇതിന്റെ ചുറ്റും നമുക്ക് വാളും കൂടെ വരച്ചു കൊടുക്കാം. കറക്റ്റ് നമ്മൾ വരച്ച ഇതുവരെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. 8.4ന്റെ കൂടെ
ചുറ്റും ചുമരുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ സ്റ്റെയറിന്റെ ഒക്കെ ചുറ്റും ചുമരുണ്ടായിരിക്കും. അപ്പൊ ആ ചുമരും കൂടെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നീട് നിങ്ങൾ ഹാച്ച് ചെയ്ത് ഇട്ടാൽ മതി. ഇപ്പം ജസ്റ്റ് ഞാനിവിടെ ഇത് വരച്ച് കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ലാൻഡിംഗ് ആണ്. അപ്പൊ ലാൻഡിംഗ് എപ്പോഴും നമ്മൾ ഈ സൈഡിലാണല്ലോ മാർക്ക് ചെയ്യാറ്. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 90 സെന്റിമീറ്റർ മാറിയിട്ടാണ് ലാൻഡിംഗ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ ആണ് ലാൻഡിങ്ങിന്റെ വീതി. ആ 90 സെന്റിമീറ്റർ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.8 ആയിരിക്കും. 1:50 ചെയ്യുമ്പോൾ കേട്ടോ 1.8 ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലാൻഡിംഗ് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ ലാൻഡിംഗ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് വരയ്ക്കാൻ നമുക്കറിയാം, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൽ എപ്പോഴും കറക്റ്റ് ഇതിന്റെ പകുതി ആയിരിക്കും നമ്മളെ സ്റ്റെപ്പ് വരുന്നത്. അതായത് ഇപ്പൊ 90 ആണ്, മൊത്തം 180 ആണല്ലോ വീതി, അതിന്റെ പകുതി 90. അപ്പൊ 90 ആയിരിക്കും ഒരു സ്റ്റെപ്പിന്റെ വീതി വരുന്നത്. അതായത് ഒരു 1.8 വീതി കേട്ടോ. 1.8 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിന്റെ സെന്റർ ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് മൊത്തം നമ്മുടെ സ്റ്റെയറിന്റെ വീതി എന്ന് പറയുന്നത് 180 ആണ്. 180 ഈ ഉള്ളിലത്തെ വീതി കേട്ടോ 180 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൽ അതിന്റെ സ്റ്റെപ്പിന്റെ വീതി എന്ന് പറയുന്നത് ഈ മൊത്തം വീതിയുടെ പകുതി ആയിരിക്കും. അപ്പൊ മൊത്തം 180 ആണെങ്കിൽ ഒരു സ്റ്റെപ്പിന്റെ വീതി 90 ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫ്ലൈറ്റിന്റെ വീതി ഇതിങ്ങോട്ട് 90 ഇങ്ങോട്ട് 90 കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ത്രെഡുകൾ വരച്ചെടുക്കാൻ പോവാണ്. പ്ലാനിൽ നമ്മൾ എപ്പോഴും കാണുന്ന ത്രെഡ് പോർഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ലാൻഡിങ് എത്തി സെക്കൻഡ് ഫ്ലൈറ്റിലോട്ട് പോകണം. അപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ എത്ര ത്രെഡ് ഉണ്ടെന്നാ പറഞ്ഞത്? 9 ത്രെഡുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു ത്രെഡിന്റെ വീതി 30 സെന്റിമീറ്റർ ആണ്. അതായത് സ്കെയിൽ ചെയ്യുമ്പോൾ 0.6 എന്ന് വരും. അപ്പൊ നമുക്ക് ആ 9 ത്രെഡുകൾ ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ. 0.6 ആണ് എടുക്കുന്നത്. അപ്പുറത്തെ ഫ്ലൈറ്റിലും സെയിം തന്നെ ആയതുകൊണ്ട് നമുക്കിത് ഒരേ സമയം തന്നെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഡ്രാഫ്റ്റർ ഒക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ സ്കെയിൽ കൊണ്ടൊക്കെ വരയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. ഡ്രാഫ്റ്റർ ആകുമ്പോൾ നമുക്ക് പാരലൽ ലൈൻസ് ഒക്കെ വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. 2 ഫ്ലൈറ്റിലും 9 ത്രെഡ് വീതാണല്ലോ ഉള്ളത്. അപ്പൊ 9 എണ്ണം വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ മൊത്തം 9 ത്രെഡുകൾ വരച്ചിട്ടുണ്ട് 2 ഫ്ലൈറ്റിലുമായിട്ട് കേട്ടോ. ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു പ്ലാൻ വ്യൂ വരുന്നത്. ഇനി ഇതിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഹാൻഡ് റെയിൽ ആണ്. ഹാൻഡ് റെയിലിന്റെ വിഡ്ത്ത് നമ്മൾ 50 mm ആണ് സാധാരണ കൊടുക്കാറുള്ളത്. നമ്മളത് ഇവിടെ 50 സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 1 mm ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ 2 സൈഡിലോട്ടും ഒരു 1 mm എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് രീതിയിൽ ഹാൻഡ് റെയിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിലുള്ള അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ഇതിനകത്തുള്ള ഹാൻഡ് റെയിലിന്റെ വീതി, ഈ ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ പുറത്ത് റൂമിന്റെ ഉള്ളിലുള്ള സൈസ് എന്ന് പറയുന്നത് ഈ സൈസ് എന്ന് പറയുന്നത് 180 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 180 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിഡ്ത്ത്, റൂമിന്റെ നീളം എന്ന് പറയുന്നത്, വിഡ്ത്ത് അല്ല ലെങ്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന ആള് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 420 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ ത്രെഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതും എടുക്കുക. ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പ്ലാനിൽ കാണിക്കാനുള്ളത്. ഇനി ഇതിന്റെ എലിവേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് കേട്ടോ. അപ്പൊ എലവേഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മൾ ഇത് പ്രൊജക്ട് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ എലവേഷൻ, അല്ലെ? നമ്മുടെ പ്ലാനിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ട് വേണം എലവേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലുള്ള എല്ലാ ലൈൻസും നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് പ്രൊജക്ട് ചെയ്തിടാം. അതായത് നമുക്ക് മായ്ക്കാനുള്ളതാണ്, അതിനനുസരിച്ച് നിങ്ങൾ പ്രൊജക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് നമ്മുടെ ഡിവൈഡർ വെച്ചിട്ടോ അങ്ങനെയൊക്കെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. കാരണം അപ്പൊ ആ ലൈനിന്റെ ഇംപ്രഷൻ മാത്രം മതി, അല്ലെങ്കിൽ അത് മായ്ച്ച് കളയേണ്ടി വരും നമ്മൾ പിന്നീട്. ഞാൻ എന്തായാലും ഇപ്പൊ ജസ്റ്റ് ഈ റഫ് ആയിട്ട് വരയ്ക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ത്രെഡിന്റെ ലൈൻസിനും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പ്രൊജക്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റെയർ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും അതിന്റെ സെക്ഷൻ വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പ്ലാൻ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അതിന്റെ സെക്ഷൻ ആണ് വരയ്ക്കുന്നത്. ഇത് രണ്ടുമാണല്ലോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പ്ലാനും സെക്ഷനും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സെക്ഷൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട ലൈനിൽ ഞാൻ ജസ്റ്റ് ഒരു ബേസ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് റഫായിട്ട്. ഇവിടുന്ന് വേണം നമുക്ക് തുടങ്ങാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം, കാരണം ഇവിടെ നമുക്ക് അതിന്റെ സെക്ഷൻ എന്ന് എഴുതണം, ഇവിടെ പ്ലാൻ എന്നൊക്കെ എഴുതാനുള്ള ഒരു സ്പേസ് വേണമല്ലോ. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ എത്ര റൈസറുകൾ ഉണ്ടോ, ഈ ഓരോ ലൈൻസും ഓരോ റൈസറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്ര റൈസറുകൾ ഇവിടെ ഉണ്ടോ അത്രയും റൈസറുകൾ നമ്മൾ എലിവേഷനിൽ കാണിക്കണം. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് റൈസർ എന്ന് പറയുന്നത്.
ആ ഫസ്റ്റ് റൈസർ നമുക്ക് കാണിക്കാം. ഒരു റൈസറിന്റെ ഹൈറ്റ് പറഞ്ഞിരുന്നത് 15.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് സ്കെയിൽ ചെയ്ത് വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു 0.31 ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. 0.31 എന്ന് പറയുമ്പോൾ ഏകദേശം 0.3. ഇതാണ് നമ്മളെ ഫസ്റ്റ് റൈസർ. ഇനി ത്രെഡ് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി സുഖമായിരിക്കും. ഈ സ്പേസ് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാൻ മതി. എഗൈൻ വീണ്ടും 0.31, വീണ്ടും ത്രെഡ്, പിന്നെ വീണ്ടും നമ്മുടെ റൈസ് വരയ്ക്കുന്നു, വീണ്ടും ത്രെഡ് വരയ്ക്കുന്നു. നമ്മളിവിടെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ലാൻഡിങ് വരയ്ക്കും. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഈ റൈസർ വരെ വരച്ചുതാ. ഈ താഴത്തെ ഫ്ലൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ഈ റൈസർ ആണ് ഇനി വരയ്ക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ത്രെഡ് വരച്ചു, അതായത് ഇതാ ഈ ഒരു ത്രെഡ് വരച്ചു. ഇനി നെക്സ്റ്റ് അടുത്തത് ഈ ഒരു റൈസർ വരയ്ക്കണം. അതും 0.3 ആണ് വരയ്ക്കുന്നത്. പിന്നെ ദേ ഇവിടെ വീണ്ടും ത്രെഡ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ആൻഡ് ലാസ്റ്റ് ഈ ഒരു റൈസർ കണ്ടോ, ഈ ഒരു റൈസറും കൂടെ വരച്ചാലുള്ളത് കംപ്ലീറ്റ് ആവുക കേട്ടോ. ഇവിടെ ഒരു 0.3 കൂടെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വരെ. ഇനി നമ്മുടെ ലാൻഡിങ് ആണ്. അപ്പൊ ദേ ലാൻഡിങ് അങ്ങ് നീട്ടി ഇവിടെ വരെ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിത് ഇവിടെ ഓൾറെഡി പ്രൊജക്ട് ചെയ്തിട്ടത് കാരണം നമുക്ക് ലാൻഡിങ് കുറച്ചും കൂടി എളുപ്പമായി. ഇതുവരെയാണ് നമ്മുടെ ലാൻഡിങ് കേട്ടോ. ഇത്രയും ഭാഗം ഇതാണ് നമ്മുടെ ലാൻഡിങ്ങിന്റെ പോർഷൻ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലൈറ്റ് വരയ്ക്കണം. സെക്കൻഡ് ഫ്ലൈറ്റിൽ ഫസ്റ്റ് റൈസർ ഇതാണല്ലോ. അപ്പൊ ഈ റൈസർ വേണം നമ്മൾ ആദ്യം പ്രൊജക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ 0.3 നമ്മൾ മേലോട്ട് വരയ്ക്കുന്നു, അതിന്റെ ത്രെഡ് വരയ്ക്കുന്നു, എഗെയിൻ അതിന്റെ റൈസർ 0.3 വരയ്ക്കുന്നു, അതിന്റെ ത്രെഡ് വരയ്ക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് വരച്ച് മേലെത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് എത്തിട്ടോ. അപ്പൊ ഇനി നമുക്ക് അഡീഷണലി ഇതിൽ വരച്ചു കൊടുക്കാനുള്ളത് ഇവിടെയുള്ള ലാൻഡിങ്ങിന്റെ വിടുത്താണ്. അത് 10 സെന്റിമീറ്റർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു 0.2 ഉണ്ടാവും നമ്മൾ അതിനെ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുന്നത്. ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വേസ്റ്റ് സ്ലാബ്, ഇതിന്റെ താഴെയുള്ള വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതൊരു 0.24 ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ഇതേ നിങ്ങൾ ഈ കോർണറിന് പാരലൽ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട്, കോർണറിന് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ട് ഇതേ ഇങ്ങനെ 0.24 മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ ഇതേ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ പോയിന്റിലും അത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. 0.24 ആണ് വരുന്നത്. ഏകദേശം ഒരു 0.2ന്റെയും 0.3ന്റെ ഇടയിൽ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഭയങ്കര കുഞ്ഞ് സ്കെയിലാക്കി എടുത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വന്നത് കേട്ടോ. ഞാൻ നോട്ട്ബുക്കിൽ റഫ് ആയിട്ടൊക്കെ വരയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടിയും സ്കെയിൽ കൂട്ടിയെടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും സ്ലാബ്. 0.2 ആണ് ഇവിടുത്തെ തിക്നെസ് വരുന്നത്. സ്ലാബ് തിക്നെസ് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, അത് നമ്മൾ സ്കെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ഇവിടെയും നമുക്ക് ഇതിങ്ങനെ പാരലൽ ആക്കിയിട്ട് കൊടുക്കണം. ഇതിന്റെ ചിത്രത്തിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഭംഗിയിൽ വരയ്ക്കാം. ഇനി അടുത്തത് ഇവിടെ വോള് പോകുന്നുണ്ട്. ഈ സൈഡിൽ വോൾ ഉണ്ടല്ലോ, വോള് നമുക്കിങ്ങനെ ഹാച്ച് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ വോളാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ ഇനി നിങ്ങൾ ഇവിടെ ഹൈറ്റ് ഒക്കെ മാർക്ക് ചെയ്യണേ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 300 ആയിരുന്നു. അപ്പൊ ആ 300 സെന്റിമീറ്റർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഉള്ളത് ഇതിൽ നമുക്ക് ബാലുസ്ട്രും ന്യൂവൽ പോസ്റ്റ് ഒക്കെ വരച്ചു കൊടുക്കാം. ന്യൂവൽ പോസ്റ്റ് നമ്മൾ 90 ആണ് എടുക്കാറുള്ളത്, സാധാരണ 90 സെന്റിമീറ്റർ. അപ്പൊ അതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ ഒരു 1.8 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ന്യൂവൽ പോസ്റ്റും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ ഒരു ന്യൂവൽ ക്യാപ്പ് ഒക്കെ കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ ഈ ഫ്ലോറിലും നമുക്കൊരു ലാൻഡിങ്ങിന്റെ അവിടെ നമുക്കൊരു ന്യൂവൽ പോസ്റ്റ് വരച്ചു കൊടുക്കാം 1.8 ആൻഡ് ഇവിടെ ഒരു ന്യൂവൽ പോസ്റ്റ് ഒരു 1.8 നമുക്ക് വരച്ചു കൊടുക്കാം. അതിന്റെ വിടുത്തും 50 mm ആണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് കേട്ടോ. നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഇനി ബാലുസ്ട്രും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ചു കൊടുക്കത്തില്ലേ ഭംഗിയില് ഫിനിഷ് ചെയ്യുന്ന രീതിക്ക്? ബാക്കിയൊക്കെ നിങ്ങളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് ഒരു ബേസിക് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇനി എല്ലാ ഇതിലും നമുക്കിങ്ങനെ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ സ്പേസ് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ബാലുസ്റ്റർ വരച്ചു കൊടുക്കാം. ഇത്രയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ സ്റ്റെയർ സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇതിന്റെ പാർട്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അളവുകളൊക്കെ കൊടുക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വളരെ റഫ് ആയിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്.
നിങ്ങൾ നല്ല വൃത്തിയിൽ ലെറ്ററിങ്ങും എല്ലാം നോക്കിയിട്ട് വരയ്ക്കണം. ബേസിക് അളവുകൾ എടുക്കേണ്ടതും അത് സ്കെയിൽ ചെയ്യേണ്ടതും എങ്ങനെ വരയ്ക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ സർവേയിൽ നിന്ന് ലെവലിംഗ് എന്ന റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു. ആൻഡ് ഇത് തന്നെയുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലാണ് നമ്മുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മളടുത്ത് ആ പേജ് റൂൾ ഔട്ട് ചെയ്യാനാണ്, അതായത് നമ്മുടെ ഫീൽഡ് ബുക്കിന്റെ പേജ് റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പൊ അത് നമുക്കൊന്ന് ആദ്യം എഴുതി നോക്കാം. ഇത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റേഷന്റെ പേരാണ് കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ദെൻ ഇവിടെ നമ്മുടെ റൈസ്, ഫോള്, RL ആൻഡ് റിമാർക്ക്, ഇങ്ങനെയായിരിക്കും വരുന്നത് നമ്മുടെ ടേബിൾ കേട്ടോ. ഇനി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി സോൾവ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതേ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോയി കാണണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇതൊന്ന് നമുക്ക് ചെയ്തു പോവാം. അപ്പൊ നമ്മുടെ അടുത്ത് ഇത്രയും റീഡിങ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ തേർഡ് റീഡിങ്ങിന് ശേഷം 6th റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. തേർഡ് റീഡിങ്ങിന് ശേഷം എന്ന് പറഞ്ഞാൽ തേർഡ് റീഡിങ് നമുക്ക് വരുന്നത് ഒരു 4 സൈറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ. ആൻഡ് 6th റീഡിങ്ങിന് ശേഷം എന്ന് പറയുമ്പോൾ 6th റീഡിങ് നമുക്ക് വരുന്നത് ഒരു 4 സൈറ്റ് ആയിരിക്കും. ഇനി 4 സൈറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റീഡിങ് നമ്മൾ ബാക്ക് സൈറ്റ് ആയിട്ടാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഫസ്റ്റ് റീഡിങ് നമ്മൾ ബാക്ക് സൈറ്റ് ആയിട്ടാണ് എടുക്കുക. ഇവിടെ RL ഓഫ് ബെഞ്ച് മാർക്ക് 125 ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സ്റ്റേഷൻ ആണിത്. അതിൽ ബാക്ക് സൈറ്റ് വന്നിട്ടുള്ളത് 1.215 ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് എഴുതുന്നു 0.855 എന്നുള്ളത്. തേർഡ് റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ തേർഡ് റീഡിങ് നമ്മൾ ഫോർ സൈറ്റിലാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേഷൻ, ഇത് നമ്മുടെ തേർഡ് സ്റ്റേഷൻ. ഫസ്റ്റ് സ്റ്റേഷൻ ആരാണ്? നമ്മുടെ ബെഞ്ച് മാർക്ക് ആണ്. അപ്പൊ അതും കൂടെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ബെഞ്ച് മാർക്ക് ആണ്. RL 125.000 എന്നുള്ളതാണ് ബെഞ്ച് മാർക്ക്. ഇനി അടുത്തത് എഗെയിൻ 4 സൈറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തത് പിന്നെ നമ്മൾ എടുക്കുന്ന ബാക്ക് സൈറ്റ് ആയിരിക്കും. അത് ഇതിന് നേരെ പുറകിലായിട്ട് ഇവിടെ 1.050 നമ്മൾ ബാക്ക് സൈറ്റിന്റെ കോളത്തിൽ എഴുതി കൊടുക്കണം. ഇത് എവിടെയാണോ 4 സൈറ്റ് എൻഡ് ചെയ്തത് അതിന്റെ നേരെ ഇവിടെ കേട്ടോ. ഇനി അടുത്തത് എഗെയിൻ നമുക്കുള്ളത് ഒരു ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ് 1.320 ആൻഡ് എഗെയിൻ 6th റീഡിങ് 4 സൈറ്റിലാണ്. ഇവിടെയാണ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും 1.260 നമ്മൾ 4 സൈറ്റിൽ എഴുതി കൊടുത്തു. ഇനി തൊട്ടടുത്ത ഒരു 4 സൈറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത റീഡിങ് വീണ്ടും ബാക്ക് സൈറ്റിലായിരിക്കും. അപ്പൊ അതിന്റെ നേരെ ബാക്കിൽ നമ്മൾ 0.975 എന്ന് ഇവിടെ എഴുതി കൊടുത്തു. അടുത്തത് 1.105 ആൻഡ് ലാസ്റ്റ് റീഡിങ് 1.265. ഇത് നാലാമത്തെ സ്റ്റേഷൻ. 5, 6 ആൻഡ് 7 സ്റ്റേഷൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ 2 തവണ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്. അപ്പൊ തേർഡ് റീഡിങ്ങിന് ശേഷം ഷിഫ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ തേർഡ് റീഡിങ് നമ്മൾ എവിടെ എഴുതണം? 4 സൈറ്റിന്റെ കോളത്തിൽ എഴുതണം. ആ 4 സൈറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത റീഡിങ് നമ്മൾ അതിന്റെ നേരെ ബാക്കിൽ ഇവിടെ ബാക്ക് സൈറ്റിൽ എഴുതി കൊടുക്കണം. എഗെയിൻ ഇവിടെ അങ്ങനെ 6th റീഡിങ്ങിന് ശേഷം ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ 6th റീഡിങ് നമ്മൾ 4 സൈറ്റിൽ എഴുതി. തൊട്ടടുത്ത റീഡിങ് അതിന്റെ നേരെ ഇപ്പുറത്ത് ബാക്ക് സൈറ്റിൽ എഴുതി കൊടുത്തു. ഈ എഴുതുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും? എല്ലാം തെറ്റിപ്പോകും. അപ്പൊ ഇനി നമുക്കിത് റൈസ് ആണോ ഫോളോ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ അടുത്തടുത്ത റീഡിങ്സ് കുറയ്ക്കാണല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ബാക്ക് സൈറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു റീഡിങ് തൊട്ടടുത്തുള്ള ഈ റീഡിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അത് നമ്മൾ റൈസിന്റെ കോളത്തിൽ എഴുതി കൊടുക്കുന്നു 0.326 എന്നുള്ളത്. 0.360 കേട്ടോ. മനസ്സിലാവുന്നില്ലേ? ഇവിടെ അഗെയിൻ എഴുതാം 0.360. ഈ കോളത്തിലാണ് എഴുതുന്നത് കേട്ടോ. 0.360 നമുക്ക് റൈസ് ആണ് കിട്ടിയത്. അതായത് 1.215 മൈനസ് 0.855 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.360 എന്നുള്ള വാല്യൂ ആണ്. ഇത് പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ റൈസിന്റെ കോളത്തിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് വാല്യൂസും ഫോളിന്റെ കോളത്തിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ആണല്ലോ എഴുതാറുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത് ഇവരെ രണ്ടുപേരെയാണ് കേട്ടോ. അത് മാറിപ്പോയത്. ഇവരാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത റീഡിങ്സ്. അപ്പൊ ഇനി ഇവരെ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ 0.855 മൈനസ് 1.325 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 0.470 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ഇത് നമ്മൾ എവിടെ എഴുതണം? നമ്മൾ ഫോളിന്റെ കോളത്തിലാണ് എഴുതാൻ പോകുന്നത് 0.470. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് കഴിഞ്ഞു. അടുത്തത് ഇവരെ തമ്മിലാണ് കുറയ്ക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇവിടെ ആരോ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എഗെയിൻ നെഗറ്റീവ് ആണ്. അത് 0.270. അപ്പൊ നമ്മളത് ഫോളിന്റെ കോളത്തിൽ എഴുതി കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത് ഇവരെ തമ്മിലാണ്. 1.320 1.260 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണ്. അപ്പൊ അത് 0.060 അത് ഞാൻ ഇവിടെ എഴുതി കൊടുത്തു, റൈസിന്റെ കോളത്തിൽ പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് റീഡിങ്സും കഴിഞ്ഞു. ഇനി ഞാൻ കുറയ്ക്കാൻ പോകുന്നത് ഇവരെ തമ്മിലാണ്. ഈ 0.975 1.105 കുറയ്ക്കാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് -0.130 എന്നുള്ള വാല്യൂ ആണ്. ഇനി ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ വീണ്ടും മൈനസ് തന്നെയാണ് വരുന്നത്. 0.160 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ ഇത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ റൈസും ഫോളും ഒന്നുമില്ല, പരസ്പരം കുറച്ച് കൊടുക്കാം. നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് ഫോളിൽ എഴുതാം, പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് റൈസിൽ എഴുതാം. ഫസ്റ്റ് റീഡിംഗ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു ലൈൻ വിട്ടിട്ട് വേണം നമ്മൾ എഴുതി തുടങ്ങാൻ കേട്ടോ. അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ RL കാൽക്കുലേറ്റ് ചെയ്യാം. RL കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 125 ആണ് ബെഞ്ച് മാർക്കിന്റെ RL. ഇവിടെ റൈസ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് പോയിന്റിന്റെ RL വരുന്നത് അല്ലെ. ഫോൾ ആണെങ്കിൽ മൈനസ് ചെയ്ത് എഴുതും, പോസിറ്റീവ് റൈസ് ആണെങ്കിൽ അത് പ്ലസ് ചെയ്ത്. അപ്പൊ ഈ 125 പ്ലസ് 0.360 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 125.360 എന്നുള്ള വാല്യൂ. അപ്പൊ സെക്കൻഡ് പോയിന്റിന്റെ RL ഇതാണ് 125.360 എന്നുള്ളതാണ് ഇതിന്റെ വരിക. ഈ അടുത്തത് ഫോൾ ആണല്ലോ. അപ്പൊ ഈ കിട്ടിയ ആൻസർ നമ്മൾ ഇത് കുറച്ചിട്ട് വേണം ഇവിടെ എഴുതി കൊടുക്കാൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 124.890. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചേഞ്ച് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ CP1 എഴുതുന്നുണ്ട് കേട്ടോ. ചേഞ്ച് പോയിന്റ് 1 ഇതിൽ 2 ചേഞ്ച് പോയിന്റ് ഉണ്ട്, ആൻഡ് ഇവിടെയും ഒരു ചേഞ്ച് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ CP2 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ അത് ഫോളിലാണ്. അപ്പം ഇതിന്ന് ഇത് കുറച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് 124.680. സോറി, 124.620 ആണ് കേട്ടോ. 620 124.620. ഇനി അടുത്തത് എഗെയിൻ നമുക്ക് ഇവിടെ ഒരു റൈസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ 124.680. ഇതിലോട്ട് ഇത് ആഡ് ചെയ്തു, അപ്പം ഇത് കിട്ടി. ഇനി അടുത്തത് വീണ്ടും ഫോൾ ആണ്, അപ്പൊ കുറയ്ക്കാണ് വേണ്ടത്. അപ്പൊ 124.550 എന്ന് വരും. ഇനി അടുത്തത് വീണ്ടും ഫോൾ ആണ്, അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 124.390 എന്ന് വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ RLകൾ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് താഴെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിന്റെ RL കണ്ടെത്തുന്നത് സെപ്പറേറ്റ് എഴുതണം കേട്ടോ. അപ്പൊ RL ഓഫ് സ്റ്റേഷൻ 2 എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ആ കാൽക്കുലേഷൻ ചെയ്യുന്നത് കാണിക്കണം. 125.00 പ്ലസ് 0.360 ഈക്വൽ ടു 125.360 കിട്ടുന്നതായിട്ട് തന്നെ ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതണം. അപ്പോഴേ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതുകൊണ്ട് ഇനി ഈ വീഡിയോന്റെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ അരിത്തമെറ്റിക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തായിരുന്നു ഫസ്റ്റ്? സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ഈക്വൽ ടു സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ ഈക്വൽ ടു ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അരിത്തമെറ്റിക് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് എഴുതാം ഇവിടെ. സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.610 ആണ് നെഗറ്റീവ്. ആൻഡ് സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം -0.610 ആണ്. ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL ചെയ്യുമ്പോൾ കിട്ടുന്നതും 0.610 ആണ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ സിഗ്മ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ എന്താ? ബാക്ക് സൈഡ് മൊത്തം കൂട്ടിയതാണ്. സിഗ്മ ഫോർ സൈഡ് എന്ന് വെച്ചാൽ ഫോർ സൈഡ് മൊത്തം കൂട്ടിയതാണ്. ആൻഡ് റൈസ് എന്ന് വെച്ചാൽ സിഗ്മ റൈസ് എന്ന് വെച്ചാൽ റൈസ് മൊത്തം കൂട്ടിയതാണ്. സിഗ്മ ഫോൾ എന്ന് വെച്ചാൽ ഫോൾ മൊത്തം കൂട്ടിയതാണ്. ലാസ്റ്റ് RL എന്ന് പറയുന്നത് ലാസ്റ്റ് കിട്ടിയ RL ആൻഡ് ഫസ്റ്റ് RL എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയ RL. ഇതെല്ലാം ചെയ്യുമ്പോൾ സെയിം വാല്യൂസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പൊ ഇത് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോയിൽ പോയിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. ആൻഡ് ഇത് മാത്രം സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കുറച്ച് പുറകിലായിട്ട്. അതും നിങ്ങൾ എടുത്തു പോയി കാണണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നുള്ളത്. ഇനി അഗെയിൻ ഇതിലൊരു 10 മാർക്കിന്റെ വൈവ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഉള്ളത്. അത് പിന്നെ അവർ ചോദിക്കുന്നതിനനുസരിച്ചായിരിക്കും. അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക്